ഡപ്പേ നീ ഒറ്റയ്ക്ക് നിൽക്കണം, കൂട്ടുകാരും വന്നില്ലടാ? ആ ഞാൻ അവരെ നോക്കിക്കോ. കൊച്ചുപാപ്പനോടെ പോവാ. അമ്പലത്തിലെ പുള്ളുവമ്പാട്ടുണ്ട്, അതൊന്ന് കേൾക്കാം. പുള്ളുവമ്പാട്ടു? അതെന്ത് സാധന? ഈ പാട്ടുപാടിയാണ് നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നത്. ഇതിന് നാവോറ് പാട്ടെന്നും പറയും. ഈ പാട്ട് കേൾക്കണ്ടല്ലോ, ഭയങ്കര രസമാണ്. ആഹാ, എന്നാ ഞാനും വരട്ടെ കൊച്ചുപാപ്പ. എന്നാ പാടാവേ. ശബ്ദത്തിന് എന്തൊരു മുഴക്കോ കൊച്ചുപാപ്പ? അതിന്റെ പേരാണ് പുള്ളോർ കുടം. അത് സാധാരണ കുടം തന്നെയാ, മൺകുടം. അതിന് ചുറ്റും പശുവിന്റെ തോല് പൊതിയും, അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അല്ല കൊച്ചുപാപ്പ, ഈ പാട്ട് അമ്പലത്തിൽ മാത്രമേ പാടുകയുള്ളൂ? ശരിക്കും ഇത് പാടുന്നത് പുള്ളൂർ സമുദായക്കാരാണ്. പണ്ടൊക്കെ കന്നി, കർക്കിടകം, വൃശ്ചിക മാസങ്ങളിലൊക്കെ വീടുകളിൽ വന്ന് പാടുമായിരുന്നു. ഇപ്പൊ ചില ദേശങ്ങളിലൊക്കെ ഈ ആചാരം നിലനിർത്തുന്നുണ്ട്. ഈ പാട്ടൊക്കെ വീടുകളിൽ വന്ന് പാടണത് എന്തിനാ? കുടുംബദോഷം, ശത്രുദോഷം, കണ്ണുദോഷം ഇവയൊക്കെ മാറാൻ വേണ്ടി ഇവരെ കൊണ്ട് പാടിക്കുന്നേ. ഇതൊക്കെ ഒരു വിശ്വാസം. എന്നാ എന്റെ വീട്ടിലും ഇവരെ കൊണ്ടൊന്ന് പാടിക്കാൻ പറ്റുമോ കൊച്ചുപാപ്പ? ഓ പിന്നെന്താ, അടുത്ത കർക്കിടകത്തിലാട്ടെ, ഞാൻ വിളിച്ചോണ്ട് വരാം. അപ്പൊ ഓക്കെ അല്ലേ? ഓക്കേ. ഭക്തിയുടെ നിറമുണ്ടെങ്കിലും ഇതൊരു കലയാണ്. അതുകൊണ്ട് തന്നെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം നിലനിന്നു പോകട്ടെ. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഈ കലയെ ജീവിതമാർഗമായി കൊണ്ടു നടക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് വേണ്ടി ആയിക്കോട്ടെ ഈ നിലനിൽപ്പ്.